അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ 2 ദിവസം മിഞ്ഞാന്നാണ് ഇവിടെ എത്തിയത് നാട്ടിൽ. ഒരു ദിവസം വീട്ടിലിറങ്ങി നേരെ വന്ന് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രാവലേഴ്സിൻ്റെ ലൈഫ്. വീഡിയോസിലൊക്കെ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റിച്ചാൽ ആ ജോലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ ഒക്ടോബർ 2 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ആളുകളെയും കൊണ്ട് നമ്മൾ നേരെ പോവാണ്. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്ന് എറണാകുളത്തൊക്കെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഞാൻ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് നേരെ ഷൊർണൂർ പോകുമ്പോൾ ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഷൊർണൂരെത്തി. പക്ഷേ ഒന്ന് പോയിക്കാണി ഷൊർണൂരെത്തി. നമ്മൾ കൂടെ വരുന്ന ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, ഞാൻ ലഗേജും താങ്ങിയാണ്ട് നേരെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 ലഗേജ് എടുക്കുന്നത്. അതിൽ ഫുഡും കുറച്ച് അച്ചാറ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഡൽഹിയിലാകുമ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ട്രെയിൻ ഇപ്പോൾ വരാനായിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഷൊർണൂർ വരാണെങ്കിലേ പ്ലാറ്റ്ഫോം നമ്പർ 6, 7 മിഡിൽ അതായത് സ്ഥലത്തും നമ്മളെ വെയിറ്റിംഗ് ലോഞ്ച് ഉണ്ട്. AC വെയിറ്റിംഗ് ലോഞ്ച്. പിന്നുള്ളത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്നിലും കയറണില്ല, കാരണം നമ്മൾ ട്രെയിൻ ഇപ്പോൾ വരാനായിരിക്കും. ഫൈനലി നമ്മൾ ട്രെയിൻ എത്തി. ചെറിയൊരു മഴ ഉണ്ട് കേരളത്തിൽ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ട്രെയിൻ കേട്ടോ. വാഷ്റൂമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ്. മീന്, ചിക്കന്, ചമ്മന്തി, പയറ്, ചമ്മന്തി, അച്ചാറൊക്കെ ഉണ്ട്. സൂപ്പർ. ഫസ്റ്റ് ഡേതൊക്കെ നല്ല രസകരം. സെക്കൻഡ് മുമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡും കിട്ടൂല, ഒന്നും കിട്ടൂല. അങ്ങനെ നമ്മുടെ യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആളുകള് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ ഉണ്ട്. കുറച്ച് പേര് ഇനി കോഴിക്കോട് ജോയിൻ ചെയ്യാനുണ്ട്. ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രെയിനിലെ വാഷ്റൂമാണ്. ഇതിപ്പോ നമ്മൾ പോണത് തേർഡ് AC എക്കോണമി ഉണ്ടോ. ഇതിന്റെ വാഷ്റൂം എങ്ങനെയാണ്, എല്ലാത്തിന്റെ വാഷ്റൂം ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയതിനനുസരിച്ച് വൃത്തി കുറയും. അപ്പൊ അതിനനുസരിച്ച് അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ ഒരു സീറ്റ് ആണോ, ഇത് തേർഡ് AC എക്കോണമിയാണ്. ഇത് നമുക്കിനി കുറച്ചുകൂടെ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, കർട്ടൺ സെറ്റപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല സൗണ്ട് ഉണ്ടാവും. ഇങ്ങനെ സംസാരിക്കും. മൈക്കിലാവുമ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. സെക്കൻഡ് AC യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ACയും ഫസ്റ്റ് തേർഡ് ACയും തമ്മിലുള്ള മാറ്റം 1500 രൂപേനെ മാറ്റുള്ളൂ അതിനുള്ളില്. അപ്പൊ ഏറ്റവും ബെറ്റർ സെക്കൻഡ് AC എടുക്കും ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത്, പാക്കേജ് എടുക്കുന്ന സമയത്ത്, ബുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിത്തരും. അതിന്റെ എമൗണ്ട് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താലും മതി കേട്ടോ. അപ്പോ നമ്മൾ പോട്ടെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയ സുഹൃത്തുക്കളെ. കോഴിക്കോട് എത്തുമ്പോ നമ്മൾ കുറച്ച് ആൾക്കാരുടെ കയറാണ്ട്. ഒരു കയറിക്കണം പോയോ കേട്ടോ. TT വരുന്നുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ സീറ്റ് നമ്പർ നോക്കാം. PNR ടിക്കറ്റ് ഇതുണ്ടോ, B1. ഇത് ബോഗി നമ്പേഴ്സ് ആണ്. അവിടെ കണ്ടോ, M1, M2. M1, M2 എന്ന് പറയുമ്പോൾ തേർഡ് AC എക്കോണമിയാണ്. M1, M2, M3, M-ൽ വരുന്നതൊക്കെ. B1-ൽ വരുന്ന ഇതേപോലത്തെ സീരീസുകളൊക്കെ സെക്കൻഡ് AC ആണ്. ഈ A1-ലാണെങ്കിൽ ഫസ്റ്റ് AC ആണ്, സെക്കൻഡ് AC ആണ്. ഈ B സീരീസിൽ വരുന്നത് തേർഡ് AC ആണ്. M സീരീസിൽ വരുന്നത് തേർഡ് AC എക്കോണമിയാണ്. B സീരീസിൽ തേർഡ് AC. ഇനി A സീരീസിലാണെങ്കിൽ അത് സെക്കൻഡ് AC ആവും. H1, H2, H3 ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് AC ഉണ്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോടിനോട് വിട പറഞ്ഞ് നമ്മൾ പോവാണ്. കോഴിക്കോട് സ്റ്റേഷനുണ്ട്. കോഴിക്കോട് ഇനി അടുത്ത സ്റ്റേഷൻ തലശ്ശേരി, വടകര, പിന്നെ കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ പയ്യന്നൂര്. ഈ റെയിൽവേന്റെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഡേഞ്ചറാണോ ഇവിടെ നിൽക്കുന്നത്.
എന്താ അവസ്ഥ? അബൂബക്കർ ഫ്രം മഞ്ചേരിയാണ്, ആനക്കയം എന്ന് പറയുന്നത്. അബൂബക്കർ വൈഫ് മുനീറ ഫ്രം മലപ്പുറം. ഇതാണ് നമ്മുടെ അടുത്ത ഫാമിലി, ഷാജിക്ക. പിന്നെ നമ്മൾ വേറൊരാൾ വരുന്നുണ്ട്. എവിടെ? ഒന്ന് ഹായ് പറഞ്ഞു, വെറുതെ ഹായ് പറഞ്ഞു. ഹായ്. അപ്പോ നമ്മള് കാസർഗോഡ് എത്തിട്ടോ. കാസർഗോഡോട് ഇവിടെ പറഞ്ഞ് നമ്മൾ എല്ലാവരും നല്ല ചായ കുടിച്ചോണ്ടിരിക്കണം. ഇതെന്താ സ്പെഷ്യൽ? എന്താ എന്റെ പേരാണ് കോഴിക്കോടൻ ചട്ടിപ്പത്ത്. ഇതെന്താ കൊണ്ടെടുക്കണേ? അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, ഫുഡ് കിട്ടി. ഓക്കെ, ആദ്യം നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫുഡ് കിട്ടിയിരുന്നു. ഇപ്പോ നിയമമുണ്ട്, അപ്പൊ കുറച്ച് ചൊറകളുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കിട്ടി. നമ്മൾ നേരെ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് ഈ ഫുഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു. സെറ്റല്ലേ? സെൽഫി എടുക്ക. സെറ്റല്ലേ? അപ്പൊ നാളെ കേട്ടോ. ഓക്കെ, തുടങ്ങിയോ? ടയർഡായോ? അപ്പോ ഇപ്പൊ നമ്മൾ ഭുസാവിലെത്തി. ഇനി നാളെ നമ്മള് ആഗ്ര ക്യാൻഡിലെത്തും. അവിടുന്ന് പിന്നെ നമ്മൾ താജ്മഹൽ, ആഗ്ര ഫോട്ടോ കണ്ട് അങ്ങനെ പോകും. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയില് നാളെ മുതൽ താജ്മഹലിന്റെയും ആഗ്ര ഫോർട്ടിന്റെ ഒക്കെ വിഷ്വൽസ് ആണ്. ഓക്കെ.